ആങ്കറിംഗ് രംഗത്ത് പുതുതരംഗം സൃഷ്ടിച്ച രഞ്ജിനി ഹരിദാസിന് കരിയറിൽ നിന്ന് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. രഞ്ജിനി ഹരിദാസിനെ വെല്ലുന്ന ആങ്കർ ഇന്നും മലയാളത്തിൽ വന്നിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത്. സോഷ്യൽ മീഡിയ കാലത്ത് എവിടെ നോക്കിയാലും ആങ്കർമാരാണ്. എന്നാൽ ഇവർക്കാർക്കും രഞ്ജിനിയെപ്പോലെ ജനശ്രദ്ധയോ വാർത്താ പ്രാധാന്യമോ ലഭിച്ചില്ല. ഒരു കാലത്ത് സിനിമാ താരത്തെപ്പോലെ ജനശ്രദ്ധ ലഭിച്ചയാളാണ് രഞ്ജിനി. ആങ്കറിംഗ് രംഗത്ത് ഇന്നും രഞ്ജിനി സജീവമാണ്. എന്നാൽ ടെലിവിഷൻ ഷോകളിൽ രഞ്ജിനിയെ കാണാറില്ല. പലപ്പോഴും തന്റെ ജീവിതത്തെക്കുറിച്ച് രഞ്ജിനി ഹരിദാസ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. 43-കാരിയായ രഞ്ജിനി ഇപ്പോഴും വിവാഹത്തോടെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ച് മിക്ക അഭിമുഖങ്ങളിലും രഞ്ജിനിയോട് ചോദ്യം വരാറുണ്ട്. തനിക്കൊരു പങ്കാളിയുള്ള കാര്യം രഞ്ജിനി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൗതുകകരമായ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജിനി. സ്വന്തം യൂട്യൂബ് ചാനലാണ് രഞ്ജിനി അഭിപ്രായം പങ്കുവച്ചത്. നല്ല സമയം ചീത്ത സമയം എന്നതിൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി എന്റെ സമയം വളരെ മോശമാണ്. ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങളാണെന്ന് രഞ്ജിനി പറയുന്നു. അമ്മയുടെ TV പൊട്ടിത്തെറിച്ചാണ് ആദ്യം രഞ്ജിനി ചൂണ്ടിക്കാട്ടിയത്. അതിനു മുമ്പ് തന്റെ വീട്ടിൽ തന്റെ ഹാളിൽ AC കേടായിരുന്നെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു. അത് കഴിഞ്ഞ് വണ്ടിയെടുത്ത് ജിമ്മിലേക്ക് പോയപ്പോൾ ഒരു വണ്ടി റിവേഴ്സ് ചെയ്തിടിച്ചു. അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ ഷൂട്ടിന് പോകണം. ബാറ്ററി കേടായി. അത് റിപ്പയർ ചെയ്തു. വീട്ടിൽ പോയപ്പോൾ പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. ഒരാഴ്ചയിലാണ് ഇതെല്ലാം നടന്നതെന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. ആരോ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നെയും വീടിനെയും ഒഴിഞ്ഞു. സമയം മോശമാണെന്ന് കരുതരുതെന്ന് പലരും പറഞ്ഞു. പക്ഷേ സമയം മോശമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ അനിയൻ നാട്ടിലില്ല. വിവാഹം ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് പോയി. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. എന്തുകൊണ്ട് ആളുകൾ വിവാഹം ചെയ്യുന്നെന്ന് ഇപ്പോൾ എനിക്കറിയാം. പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നത് ജോലി ചെയ്യാൻ ഒരാളെ കിട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു.